എല്ലാവർക്കും ബൈബിൾ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ജോൺസ് ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ചാപ്റ്റർ 1. വേഴ്സ് 14, 14-ാമത്തെ വാക്യം. ഇന്നത്തെ ചിന്താ വിഷയം ചാപ്റ്റർ 1 വേഴ്സസ് 1 to 18. വചനം ജഡമായി തീർന്നു. The word became flesh. Verse 14, 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്, പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. And the word became flesh and dwelt among us, and we saw, or we beheld, his glory, glory as of the only begotten from the Father, full of grace and truth. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ യേശു എവിടെ നിന്ന് വന്നു? ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കുന്നു. വാൾമാർട്ട് ഇന്ന് രാത്രി അടയ്ക്കുന്നു. ഇസ്രയേലിൽ ചെന്നപ്പോൾ അർമേനിയൻ ഗ്രൂപ്പുകൾ ജനുവരിയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ ബേത്ലഹേമിൽ കാലുകുത്തുവാൻ കഴിയുകയില്ല, അത്ര തിരക്കാണ്. എന്റെ അറിവ് ശരിയെങ്കിൽ ഏതാണ്ട് 2-3 ഗ്രൂപ്പുകൾ 2-3 ടൈമിലാണ് യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നത്. ഡിഫറെന്റ് പീപ്പിൾ, അർമേനിയൻ ഗ്രൂപ്പ്, they are celebrating different times, not 25th. But we are not celebrating Christmas on one day. We are not doing any kind of activities. But we celebrate when Jesus came to our heart. ഏറ്റവും അതിപ്രധാനമായ ഒരു വിഷയം യോഹന്നാൻ പറയുന്നത്, ഭൂമിയിൽ യേശു വന്നത് നമ്മുടെ ഇടയിൽ പാർക്കാനാണ്. അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. ഇന്ന് പകലെല്ലാം ഞാൻ ധ്യാനിച്ച ഒരു വാക്യം അതായിരുന്നു. 14-ാം വാക്യം, നമ്മുടെ ഇടയിൽ അവൻ പാർത്തു. ഇവിടെ നമുക്ക് എല്ലാവർക്കും വീടുണ്ട്. വി ഹാവ് എ ഹോം, വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഹോംസ്, ഡിഫറെന്റ് റൂംസ്. But John, Apostle John, not John the Baptist, Apostle John, very clearly declaring to Roman world or Greek world or Jewish world, the word became flesh. വചനം ജഡമായി. അതൊരു വലിയ അത്ഭുതകരമായ വാർത്തയായിരുന്നു റോമൻ വേൾഡിന്. ഇറ്റ് വാസ് അമേസിംഗ് ന്യൂസ് ടു ദി റോമൻ വേൾഡ്. ഇറ്റ് വാസ് എ മാർവലിംഗ് മെസ്സേജ് ഓർ കൺഫ്യൂസിംഗ് മെസ്സേജ് ടു ജൂയിഷ് പീപ്പിൾ. യഹൂദന്മാർക്കത് അത്ഭുതവും അപ്പോൾ തന്നെ കൺഫ്യൂഷൻ നൽകുന്ന മെസ്സേജ് ആയിരുന്നു. വചനം ജഡമായത്രേ. But many poor people, സന്തോഷത്തോടെ they joyfully accept Christ. നമ്മുടെ ഇടയിൽ വന്ന് പാർക്കുന്ന ക്രിസ്തുവിനെ. എങ്ങനെയാണ് അവൻ പാർത്തത്? With grace and truth. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ക്രിസ്തു പാർക്കുന്നു. ഇന്ന് രാത്രിയിൽ കുരിശെടുത്തു വെച്ച് കഷ്ടാനുഭവ ആഴ്ച റോഡിൽ നടക്കുന്നതിലോ കേക്ക് മേടിച്ചു മുറിക്കുന്നതിലോ പാർട്ടി നടത്തുന്നതിലോ ഇന്ന് രാത്രി ഏതെങ്കിലും തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിലോ യാതൊരു ഗുണവുമില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഓർപ്പിക്കട്ടെ. യേശുക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി, ഒന്ന്, നിന്റെ ഹൃദയത്തിൽ നിന്നിൽ വസിക്കണം. രണ്ട്, നിന്റെ വീട്ടിൽ വസിക്കണം.
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ യേശു പാർക്കുന്നു. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ when you come to 2nd chapter, I am not discussing, just giving a hint. Jesus came to Cana. There was a marriage ceremony. കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശു അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാൻ എഴുതിയിരിക്കുന്നു. Then in the end of the first paragraph, there is a verse like this. He manifested his glory there. യേശു തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. കൃപയും സത്യവും നിറഞ്ഞ യേശു ഏത് ഒക്കേഷനിലും, അത് കല്യാണമെന്നില്ല, ഏത് സന്ദർഭമെന്നില്ല, കർത്താവ് എപ്പോഴും നമ്മോട് കൂടിയുണ്ട്. ഏത് ഒക്കേഷനിലും he likes to manifest his glory in the midst of us. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മധ്യത്തിലും, നമ്മുടെ ജീവിതത്തിന്റെ അതിപ്രധാനമായ നിമിഷങ്ങളിൽ, ഒരു വീട് മേടിക്കുന്നത്, കല്യാണം കഴിക്കുന്നത്, ഇതൊക്കെ ജീവിതത്തിലെ അതിപ്രധാനമായ നിമിഷങ്ങളാണ്. അവിടെയെല്ലാം ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനു വേണ്ടിയാണ് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത്. കുടുംബങ്ങളുടെ മഹത്വമല്ല വെളിപ്പെടേണ്ടത്, പ്രസംഗികളുടെ മഹത്വമല്ല വെളിപ്പെടേണ്ടത്, കുടുംബങ്ങളുടെ ആഡംബരമല്ല കാണേണ്ടത്. അങ്ങനെയുള്ള ആഡംബരങ്ങളെല്ലാം ദൈവം ബ്ലോക്ക് ചെയ്യും. ക്രിസ്തുവിനെ കൂടാതെയുള്ള എല്ലാ ആഡംബരങ്ങളും യേശു ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് യേശു തന്റെ മഹത്വം വെളിപ്പെടണം. ദൈവത്തിന് മഹത്വം കൊടുക്കണം. കൃപയും സത്യവും നമ്മുടെ വീട്ടിൽ ഒഴുകണം. ഇന്ന് രാത്രിയിൽ ശക്തമായി ഞാൻ പറയുകയാണ്, യാതൊരു തരത്തിലുള്ള സെലിബ്രേഷനും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ കൃപയും സത്യവും നിറഞ്ഞവനായി യേശു നമ്മുടെ വീട്ടിൽ, നമ്മുടെ റൂമിൽ, നമ്മുടെ ലിവിംഗ് റൂമിൽ, നമ്മുടെ ബെഡ്റൂമിൽ യേശു വസിക്കണം. ക്രിസ്മസ് അല്ലെങ്കിൽ സ്റ്റാർ കെട്ടിത്തൂക്കിയതുകൊണ്ട് ഗുണമൊന്നുമില്ല. അത് അമേരിക്കയുടെ ബിസിനസ്സാണ്, അമേരിക്കൻ മാർക്കറ്റിങ്ങിന് നല്ലതാണ്. അതിനകത്ത് യാതൊരു ദൈവകൃപയും ലഭിക്കത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾ പ്രസംഗിക്കട്ടെ. കേരളത്തിലുള്ളവരും ഗൾഫിലുള്ളവരും കേൾക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. വചനം ജഡമായി തീർന്നു. അതാണ് ഇന്ന് ലോകത്തോട് പ്രസംഗിക്കുവാനായിട്ടുള്ളത്. റോമൻ വേൾഡ്, they can understand properly what is the meaning of the word became flesh. Incarnation, ജഡാവതാരം. What is the meaning of incarnation? The word became flesh. Then എന്താണ് വചനം? What is logos? എന്താണ് വചനം? അതിന്റെ 1-ാം വാക്യം, chapter 1 verse 1. Please look on that verse. In the beginning was the word. ആദിയിൽ വചനമുണ്ടായിരുന്നു. And the word was with God. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. And the word was God. 3 കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് കാണാൻ കഴിയും. ഒന്നാമത്തേത്, in the beginning was the word. യേശുക്രിസ്തു ഇന്നലെ എങ്ങാണ്ട് ആവിർഭവിച്ചു. അവന് ആരംഭമുണ്ട്. യേശുക്രിസ്തുവിന് ഒരു ക്രിയേറ്റർ ഉണ്ട് എന്ന് യഹോവ വിറ്റ്നസ് വരെയുള്ളവർ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ബൈബിൾ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും ഒടുവിൽ ആൻഡ് ദ വേർഡ് വാസ് ഗോഡ് എന്നുള്ളതിന് സ്മോൾ ലെറ്റർ ജി ആ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദ വേർഡ് വാസ് എ ഗാഡ്. അങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, അവരത് അംഗീകരിക്കുന്നില്ല. ലോകത്തോട് യോഹന്നാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിന് അവൻ ആരംഭമില്ല, അവൻ എറ്റേണൽ, ഹി ഈസ് eternal God. Jesus Christ is an eternal God. In the beginning was God, was the word. In the beginning was the word. That means eternal. 90-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമായിരുന്നു. നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ, Psalms 90 verse 1, before creating this universe, അതെ, നീ അനാദിയായും ശാശ്വതമായും നീ ഞങ്ങളുടെ ദൈവമായിരുന്നു എന്നുള്ള ആ സത്യമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്നത്. ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയി.
മത്തായിയുടെ സുവിശേഷത്തിൽ യേശു അബ്രഹാമിൽ നിന്ന് വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ യേശു അല്ലെങ്കിൽ ഒരു ദാസനായി വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ലൂക്കോസ് യേശു ആദമിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ, യോഹന്നാൻ ഇത് മൂന്നുമല്ല പറയുന്നത്, യേശു സ്വർഗത്തിൽ നിന്ന് വന്നു. അബ്രഹാമിൽ നിന്നല്ല, ദാവീദിൽ നിന്നല്ല, നോട്ട് ഫ്രം എബ്രഹാം, നോട്ട് ഫ്രം ആഡം, നോട്ട് ഫ്രം എനി മാൻ, ബട്ട് ജീസസ് ദ വേർഡ്, ദ ലോഗോസ് came from heaven. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന മെസ്സേജാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ നൽകുന്നത്. ഈ 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഇന്ന് രാത്രി വായിക്കണം, നാളെ രാവിലെയും വായിക്കണം. യേശുക്രിസ്തുവിനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിനും ക്രിസ്ത്യാനികൾക്കുമെതിരായി വാക്കുകൾ കൊണ്ടും തൂലിക കൊണ്ടും ഇൻ റൈറ്റിംഗ് ആൻഡ് ഇൻ പ്രീച്ചിങ് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എതിർത്തു നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ താൻ ഒരിക്കൽ താൻ എതിർക്കുന്നതിനു വേണ്ടി യോഹന്നാന്റെ സുവിശേഷം വായിച്ചതാണ്. 1 മുതൽ 18 വരെ വായിച്ചു തീരുന്നതിനിപ്പുറം തന്റെ കട്ടിലിൽ നിന്ന്, തന്റെ ടേബിളിൽ നിന്ന് ഇറങ്ങി നിലത്ത് മുഴങ്കാൽ മടക്കി യേശുദേവ എന്ന് വിളിച്ച് കൂപ്പുകൈയോടെ കണ്ണുനീരോടെ താൻ പ്രാർത്ഥിച്ചുവെന്നാണ് തിരുവാങ്കുളം, എറണാകുളത്ത് തിരുവാങ്കുളത്ത് നടന്ന ഒരു വലിയ ജനക്കൂട്ടത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. അന്ന് മുതൽ വചനം ജഡമായി തീർന്നു. നിന്റെ സഹോദരങ്ങളോട്, നിന്റെ കൂട്ടുകാരോട് നിനക്ക് പറയുവാനുള്ള ഏക സന്ദേശം, വചനം ജഡമായി തീർന്നു. ആ വചനം അല്ലെങ്കിൽ ദ വേർഡ് എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ 14-ലില്ല. എക്സ്പ്ലനേഷൻ 1:1 ചാപ്റ്റർ 1 വേഴ്സ് 1, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് എന്ന് പറഞ്ഞാൽ എറ്റേണൽ ഗോഡ്, ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ്, ഈക്വാലിറ്റി വിത്ത് ഗോഡ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ ലേഖനം 2-ൽ കാണുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. ദ വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ലോഗോസ് അല്ലെങ്കിൽ യേശുക്രിസ്തു വാസ് വിത്ത് ഗോഡ്, പിതാവായ ദൈവത്തോടു കൂടെ, ഈക്വാലിറ്റി വിത്ത് ഗോഡ്. ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്, അവൻ ദൈവമായിരുന്നു. ദ വേർഡ് വാസ് ഗോഡ്, ദ ഡീറ്റി, യേശുക്രിസ്തുവിന്റെ ആ ദൈവത്വമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ വേർഡ് വാസ് ഗോഡ്. ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ 1:1 പറഞ്ഞ ഈ വചനമാണ് നമ്മുടെ ഇടയിൽ വന്ന് പാർക്കുന്നത്, നമ്മുടെ വീട്ടിൽ വന്ന് പാർക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ വന്ന് പാർക്കുന്നത്. അതാണ് യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. ഈ ക്രിയേറ്ററിന്റെ, ഈ യൂണിവേഴ്സിന്റെ ഈ ക്രിയേറ്ററായിരിക്കുന്നവൻ കൃപയും സത്യവും പിടിച്ചുകൊണ്ട്, അല്ല, അവനിൽ മുഴുവനും കൃപയും സത്യവുമായിരുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവനിൽ വെളിച്ചമുണ്ടായിരുന്നു. അവനാണ് നിന്റെയും എന്റെയും വീട്ടിൽ വന്ന് പാർക്കുന്നത്. ദൈവമക്കൾ ചേർന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ രാത്രി കേക്ക് മുറിക്കാനോ, ലൈറ്റ് കത്തിക്കാനോ, പൂത്തിരി കത്തിക്കാനോ, ചാടിത്തുള്ളി നടക്കുവാനോ, തലയിൽ തൊപ്പി മേടിക്കുവാനോ, ഷോപ്പിങ്ങിനോ കറങ്ങി നടക്കുവാനോ ഉള്ളതല്ല. ഇന്ന് രാത്രി നിന്നിലുള്ള കൃപയും സത്യത്തിനും ഒരു ചൈതന്യം പ്രാപിക്കട്ടെ. കൃപമേൽ കൃപ പ്രാപിക്കുവാനുള്ള രാത്രിയാണ്. ഒരു വീണ്ടും ജനനം പ്രാപിച്ച ഒരു നല്ല ദൈവമകനായിട്ട്, ഒരു ദൈവമകളായിട്ട് തീരുവാൻ ഇന്ന് രാത്രി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ജഡികമായ, പാരമ്പര്യമായ, ജാതീയമായ, ഇന്ന് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ മുഴുത്ത പാസ്റ്റർമാർ വരെയാണ് മെറി ക്രിസ്മസ് ഇട്ടിരിക്കുന്നത്, ഹാപ്പി മെറി ക്രിസ്മസ് ഇട്ടിരിക്കുന്നത്. ഇതെനിക്ക് അത്ര താല്പര്യമുള്ള കാര്യങ്ങളല്ല. ഞാൻ പറയട്ടെ, ലോകത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, കൃപയും സത്യവും നിറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വരണം, നിന്റെ വീട്ടിൽ വരണം, നിന്റെ ഇടയിൽ പാർക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഒരിക്കൽ സക്കായിയോട് യേശു പറഞ്ഞു, സക്കായിയെ വേഗം നീ ഇറങ്ങി വാ. Zacchaeus, come down. I want to live in your home. I want to stay in your home. എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കണം. നിന്റെ ബിസിനസ്സിലല്ല, നിന്റെ വണ്ടിയിൽ കയറിയില്ല, എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കണം. യേശു നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ പണത്തിന്റെ തട്ടിപ്പ് നിൽക്കും, പണം കൊണ്ട് നീ അമ്മാനമാടുന്നത് നിൽക്കും. യേശു അവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കളവായി കഴിഞ്ഞ
25 വർഷം ബിസിനസ് ചെയ്ത് തട്ടിപ്പ് നടത്തി, വെട്ടിപ്പ് നടത്തി, തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും പിടിച്ചത് മുഴുവനും ഞാൻ തിരിച്ചു നൽകും. അതായിരുന്നു യേശു ഒരുത്തന്റെ വീട്ടിൽ വന്നാൽ. പണത്തിന്റെ തട്ടിപ്പ് നടത്തുന്നവർ ദൈവമക്കളല്ല, കരിഞ്ചന്തകൾ നടത്തുന്നവർ ദൈവമക്കളല്ല, പാസ്റ്റർമാരല്ല. ക്രിസ്തുവിശ്വാസികൾക്ക്, വീണ്ടും ജനനം പ്രാപിച്ചവർക്ക്, കൃപയും സത്യവും നിറഞ്ഞവർക്ക് തട്ടിപ്പും വെട്ടിപ്പും നടത്തുവാൻ കഴിയില്ല. കാരണം അവർ മനുഷ്യന്റെ ഇഷ്ടത്താൽ ജനിച്ചവരല്ല. ഇവിടെ കൃത്യമായി എഴുതിയിരിക്കുന്നു, ദൈവത്താൽ വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് കള്ള ഒപ്പിടാൻ കഴിയത്തില്ല, കള്ളത്തരം എഴുതുവാൻ കഴിയത്തില്ല, കള്ള കണക്ക് കാണിക്കുവാൻ കഴിയത്തില്ല, വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുവാൻ കഴിയത്തില്ല. കാരണം കൃപയും സത്യവും നിറഞ്ഞ ക്രിസ്തു അവന്റെ ഉള്ളത്തിലുണ്ട്, അവന്റെ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി ഈ രാത്രിയിൽ ലോകജനങ്ങൾ, ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ചാപ്റ്റർ 1 വേഴ്സ് 14, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ഇൻകാർണേറ്റ് ചെയ്ത, ജഡാവതാരം ചെയ്ത ക്രിസ്തു ആരായിരുന്നു? Who was that word? Explanation chapter 1 verse 1. 1:1 നമ്മുടെ ഇടയിൽ വന്നവൻ ആരായിരുന്നു? In the beginning was the word, eternal God, and the word was with God, equality with God, and the word was God, the deity. അവന്റെ ദൈവത്വത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ രണ്ടാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വേഗം നോക്കൂ. He was in the beginning with God. Explanation തുടങ്ങുകയാണ്. നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു, he was in the beginning with God. ആ മൂന്നാമത്തെ വാക്യം, all things came into being through him, and apart from him nothing came into being that has come into being. അവനെ കൂടാതെ ഒന്നും ഉളവായതല്ല, സകലതും അവൻ മുഖാന്തരവും അവനാലും. അടുത്ത വാക്യമാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഈ രണ്ട് വാക്യങ്ങൾ പ്ലീസ് ലുക്ക് ഓൺ വേഴ്സ് 4 and 5. In him was the life, in him was life, and the life was the light of men. The light shines in the darkness, and the darkness did not comprehend it. In him was life. ലൈഫ് എന്നുള്ള ആ വാക്ക് ഏതാണ്ട് 36 പ്രാവശ്യം, around 36 times Apostle John used in Gospel according to John. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ഉപയോഗിച്ചിരിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ആരും നടത്തുന്ന ഈ സാധാരണ എർത്തലി ഈ ലൈഫിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അതിനെ അർത്ഥമാക്കുന്നത് എറ്റേണൽ ലൈഫ്. അവനിൽ നിത്യജീവൻ ഉണ്ടായിരുന്നു, അവനിൽ നിത്യജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ, എറ്റേണൽ ലൈഫ്, അവന്റെ ജീവൻ മനുഷ്യർക്ക് നൽകി നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നു. ആ നമ്മൾ പ്രാപിക്കുമ്പോൾ, നമ്മൾ ആ ക്രിസ്തുവിന്റെ നിത്യ എറ്റേണൽ ലൈഫ് പ്രാപിക്കുമ്പോൾ, അത് മനുഷ്യരുടെ, ക്രിസ്തുവിന്റെ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിട്ട് തീരുന്നു. മനുഷ്യരുടെ വെളിച്ചം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവനായിരുന്നു. ആ ജീവിതത്തെ ഇരുളിന് പിടിച്ചടക്കുവാൻ കഴിയുകയില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് മുഴുവനും ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതെ, ഇരുട്ടിലിരുന്ന വലിയ വീടുകൾ വെളിച്ചം കണ്ടു. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പലരുടെയും വീടുകൾ അന്ധകാരത്തിലായിരുന്നു. നമുക്ക് നല്ല കാറ് കാണും, നമുക്ക് നല്ല ജോലി കാണും, നമുക്ക് നല്ല വീട് കാണും, നമുക്ക് നല്ല ശമ്പളം കാണും, നമുക്ക് നല്ല മക്കളെ കാണുന്നിരിക്കാം. പക്ഷേ ഗരാജ് അടയുന്നത് സത്യം, വീടിലെ ഡോറുകൾ അടയുന്നത് സത്യം, എല്ലാം വേഷത്തിൽ ഭാഷത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ വീട് അന്ധകാരം നിറഞ്ഞ വീടായിരുന്നു. എന്നാൽ നമ്മുടെ വീട് വെളിച്ചമായി മാറിയത് യേശുവിനെ കൈക്കൊണ്ടപ്പോഴാണ്, നമ്മുടെ കർത്താവിനെ കൈക്കൊണ്ടപ്പോഴാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ അവന്റെ നിത്യജീവൻ, എറ്റേണൽ ലൈഫ്, യേശു നൽകിയ ആ അബണ്ടന്റ് ലൈഫ് എന്ന ആ സമൃദ്ധമായ ജീവന് നമുക്ക് പ്രാപിച്ചതാണ് നമ്മുടെ അന്ധകാരം മാറുവാനുണ്ടായ കാര്യം. അതുകൊണ്ട് സുഹൃത്തെ, നീ സ്റ്റാർ കത്തിച്ചത് കൊണ്ടോ വിളക്കിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ സെലിബ്രേഷൻസ് നടത്തിയത് കൊണ്ടോ ഒന്നും ഒരു പ്രയോജനവുമില്ല. ക്രിസ്തു വിശ്വാസികളാകുന്ന നമ്മളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഇടയിൽ ക്രിസ്തു പാർക്കുന്നു,
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്ന ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ നമ്മൾ തിരിച്ചറിയണം. ദൈവമക്കൾ എല്ലാവരോടും ചേർന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ യേശു വന്ന് പാർക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇരുട്ട് മാറുന്നു. കാനാവിലെ കല്യാണത്തിൽ അവരുടെ ഇടയിൽ യേശു ചെന്ന് പാർത്തു. നിക്കോദിമോസിന്റെ ജീവിതത്തിൽ യേശു അവന്റെ മധ്യത്തിൽ ചെന്ന് പാർത്തു. ശമരിയക്കാരിയുടെ ജീവിതത്തിൽ യേശു അവളുടെ അടുത്തേക്ക് ചെന്നു. യേശു അവളുടെ സമീപത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ജീവന്റെ ജലം നൽകി തരും, അത് കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. നമ്മുടെ ഇടയിൽ പാർക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൽ പാർക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ പാർക്കുവാൻ എന്റെ യേശു ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എന്റെ ചോദ്യം, യേശുവിനുള്ള സ്ഥാനം നിന്റെ വീട്ടിലും നിന്റെ ജീവിതത്തിലും എവിടെയാകുന്നു? ഈ ലോകം മുഴുവനും സെലിബ്രേഷൻ നടത്തുന്നതിന്റെ കൂട്ടത്തിൽ നീ ഒരു സെലിബ്രേഷൻകാരനായി മാത്രം മാറാതെ വണ്ണം പുസ്തകം തുറന്നു വായിക്കൂ. ഇന്ന് രാത്രി വേദപുസ്തകം തുറന്നു വായിക്കൂ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എന്നാൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, നിത്യജീവൻ ഉണ്ടായിരുന്നു, എറ്റേണൽ ലൈഫ് ഉണ്ടായിരുന്നു, അവനിൽ വെളിച്ചമുണ്ടായിരുന്നു. ഇന്ന് രാത്രി നീ അതാ പ്രാപിക്കേണ്ടത്. നിനക്ക് വെളിച്ചമാണ് വേണ്ടത്, നിനക്ക് വെളിച്ചമാണ് വേണ്ടത്. സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു 36-ാം സങ്കീർത്തനമായി തോന്നുന്നു, സാം 36-ലാണെന്ന് തോന്നുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഈ വചനഭാഗത്തിൽ അതിലെ 6-ാമത്തെ വാക്യത്തിൽ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്ന് പേർ, എന്ന് പറഞ്ഞാൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ അവൻ വന്നു. ഞാൻ ഇത് വായിച്ചപ്പോൾ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീട്ടിൽ പലരും കയറി വന്നില്ലേ? ദൈവദാസന്മാർ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവരെ നിന്ദിക്കരുത്. വിശുദ്ധ ബൈബിളുമായി പ്രാർത്ഥിക്കുന്നതിന്, സുവിശേഷം പറയുന്നതിന്, നിന്നോട് ആരെങ്കിലും ഇന്ത്യൻ സ്റ്റോറിൽ വെച്ചോ സുവിശേഷം പറയുന്നതിന്, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതിന് ദൈവം അയച്ചിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ദൈവത്തിന്റെ ദാസന്മാർ യോഹന്നാൻ സ്നാപകന്റെ കൂട്ടുവന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെയും വീട്ടിൽ ദൈവദാസന്മാർ കയറി വന്നു. അവരെന്തിനു വന്നു? അവർ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നു. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം. ഈ രാത്രികളിൽ നമുക്ക് സെലിബ്രേഷൻ അല്ല വേണ്ടത്, നമ്മൾ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം. ഒരു വ്യക്തിയോടെങ്കിലും സാക്ഷ്യം പറയണം. ഈ ബൈബിൾ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈ സണ്ണി വയലിൽ തന്നെ ഒരു കുഞ്ഞ് സ്നാനപ്പെടുവാനായിട്ട് റെഡിയായ വിവരമുണ്ട്. നാളെ അവളെ സ്നാനപ്പെടുത്തുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ദൈവവചനത്തിന്റെ ഭാഗങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിൽ എന്നെ സ്നാനപ്പെടുത്തണമെന്നുള്ള ഒരു ഡിസിഷൻ എടുത്തു. പക്ഷെ നാളെ അവർ സ്നാനപ്പെടുന്നില്ല, എന്നാൽ സ്നാനപ്പെടുവാൻ ഡിസിഷൻ എടുത്തു. നീ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം. നമ്മുടെ വീട് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം. നമ്മൾ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം. നമ്മുടെ പാസ്റ്റർമാർ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം. നമ്മുടെ സഭകൾ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം. യോഹന്നാൻ സ്നാപകന്റെ കൂട്ട് എന്താണ് നാം പറയേണ്ട സാക്ഷ്യം? ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. This is the Lamb of God. യേശുവിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, This is the Lamb of God who takes away the sin of the world. അതെ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അത് കേട്ടപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, the disciples of the John the Baptist, followed Jesus Christ, യേശുവിനെ അനുഗമിക്കാനിടയായി. ഒറ്റ സെന്റൻസ് പറഞ്ഞതേ ഉള്ളൂ, ഇവനാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ വെളിച്ചമായിരുന്നില്ല. 8-ാം വാക്യം, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. നമ്മളെല്ലാവരും വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ജോഷ്, അവൻ സ്നാനപ്പെടുവാൻ പോവുകയാണ്. വെളിയിരിക്കുന്ന ബെന്ന്, അവൻ സാക്ഷ്യം സ്നാനപ്പെടുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? വാട്ട് ഈസ് യുവർ മിഷൻ? നിങ്ങൾ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം. ആരാണ് വെളിച്ചം? ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം.
അമ്മച്ചിമാർ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം. നിങ്ങൾക്ക് ഒരു വാക്കെങ്കിലും പറയുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം. വേഴ്സ് 9, ഏത് മനുഷ്യനെയും നിങ്ങൾ സാക്ഷ്യം പറയൂ. കുഞ്ഞമ്മയോട് സാക്ഷ്യം പറയൂ, ലിസിയോട് സാക്ഷ്യം പറയൂ, ശ്രീദേവിയോട് സാക്ഷ്യം പറയൂ, പ്രകാശനോട് സാക്ഷ്യം പറയൂ, അതേ തോമസിനോട് സാക്ഷ്യം പറയൂ. ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, നീ കണ്ടുമുട്ടുന്ന ഏത് മനുഷ്യനെയും, നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ലിസിയോട്, നിന്റെ കൂടെ നടക്കുന്നവനെ, ഏതവനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. See, this is the true life. നമ്മുടെ ചർച്ചകൾക്ക് ട്രൂ ലൈറ്റ് എന്ന് പറഞ്ഞ് ബോർഡ് കെട്ടിപ്പൊക്കിയത് കൊണ്ട് കാര്യമില്ല. ട്രൂ ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സഭാപേര് നൽകിയത് കൊണ്ട് കാര്യമില്ല. ഈ ട്രൂ ലൈറ്റിനെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തണം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കും. നിന്റെ അയൽവക്കക്കാരെയും, നിന്റെ ഭർത്താവിനെയും, നിന്റെ ഭാര്യയെയും, നിന്റെ മക്കളെയും പ്രകാശിപ്പിക്കണം. അപ്പോൾ പ്രകാശനം ലഭിക്കാതെ വണ്ണം ക്രിസ്മസ് കരോൾ ആഘോഷിച്ചിട്ടോ, കേക്ക് മുറിച്ചിട്ടോ, സെലിബ്രേഷന് പോയിട്ടോ, പാർട്ടി നടത്തിയിട്ടോ നിനക്ക് പ്രകാശനമില്ലെങ്കിൽ ഇതൊന്നും ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല. യേശു ക്രിസ്തുവിൽ കൂടെ പ്രകാശനം ലഭിക്കുന്നവരായിരിക്കണം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കും. നിക്കോദിമോസിനെ പ്രകാശിപ്പിച്ചു. അതെ 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 ആ ശമരിക്കാരി സ്ത്രീയെ പ്രകാശിപ്പിച്ചു. ഷി വാസ് ഇല്ലുമിനേറ്റഡ്. അവൾക്ക് പ്രകാശനം ലഭിക്കുകയുണ്ടായി. പക്ഷപാതക്കാരൻ 38 വർഷം കിടന്നവൻ, അവന് പ്രകാശനം ലഭിച്ചു. പാപിനിയായ സ്ത്രീ, അവൾക്ക് പ്രകാശനം ലഭിച്ചു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഇന്ന് രാത്രി നീ പ്രകാശനം ലഭിച്ചോ? ഇതാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, വാ തുറന്ന് വയറു തുറച്ച് കേൾക്കണം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ. നമ്മളെല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചതിനെ, നമ്മൾ രക്ഷിക്കപ്പെട്ടതിനെ, നമ്മൾ യേശുവിനെ കൈക്കൊണ്ടതിനെ എബ്രായ ലേഖകൻ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് നിനക്ക് ലഭിക്കുന്ന പ്രകാശനം എന്നാണ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ. നമ്മളെല്ലാം പ്രകാശനം ലഭിച്ചു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്നിലുള്ള വെളിച്ചത്തിൽ ഞങ്ങൾ വെളിച്ചം കാണുന്നു, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേർക്കും പ്രകാശനം ലഭിക്കുകയാണ്. അവർ പ്രകാശിക്കപ്പെടുകയാണ്. യേശു ക്രിസ്തുവിൽ കൂടെ അവർക്ക് പ്രകാശനം ലഭിക്കുകയാണ്. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. വേഴ്സ് 10 ഒരു വണ്ടർഫുൾ മിസ്റ്ററിയാ പറയുന്നത്. യേശു ക്രിസ്തു എവിടെ നിന്നും വന്നതല്ല. ഇവരെല്ലാവരും യേശു അവിടെ നിന്ന് വന്നു, യേശു ഗലീലയിൽ നിന്ന് വന്നു എന്ന് മർക്കോസ് പറയുന്നു. യേശു ആദമിൽ നിന്നു, അബ്രഹാമിൽ നിന്ന് വന്നു എന്ന് മത്തായി പറയുന്നു. യേശു ആദമിൽ കൂടെ വന്നു എന്ന് ലൂക്കോസ് പറയുമ്പോൾ യോഹന്നാൻ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ എവിടെ നിന്നും വന്നതല്ല, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. He was the creator of this world. അവനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, അതേ വേഴ്സ് 10, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകം അവനെ അറിഞ്ഞില്ല. ഇന്നും ലോകം അവനെ അറിയുന്നില്ല. ഇന്ന് ലോകം അറിയുന്നില്ല. നിന്റെ വീട്ടിലുള്ളവർക്ക് അവനെ അറിയില്ല, നിന്റെ അയൽവക്കക്കാർക്ക് അവനെ അറിയില്ല, നിന്റെ മക്കൾക്ക് അവനെ അറിയില്ല, നിന്റെ സഭക്കാർക്ക് അവനെ അറിയില്ല. യേശുവിനെ അറിയാത്തവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവൻ ലോകത്തിലുണ്ട്, അവൻ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ സാധുക്കളുടെ വീട്ടിൽ അവനുണ്ട്, പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ അവനുണ്ട്, നിസ്സഹായരുടെ വീട്ടിൽ അവനുണ്ട്. ഞാൻ ഇന്നലെ ചിന്തിക്കുകയായിരുന്നു, സ്കൂട്ടറിൽ ചെറിയ ബോക്സ് വെച്ച് കെട്ടി വെറും ചെരുപ്പ് വിട്ടുകൊണ്ട് ഈ കൊറോണ സമയത്തും റോഡിൽ നിന്ന് പ്രസംഗിക്കുന്ന സഹോദരിമാരും റോഡിൽ നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരും. ആ സമയത്ത് കണ്ട് ഞാൻ വേറൊരു പാസ്റ്റർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി കട്ടപ്പനയിൽ നിന്ന് പ്രസംഗിക്കുന്നത്. അവൻ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാമയ്യ, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കമന്റ് ഇപ്പോൾ പറയുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, യേശു ഇന്ന് ലോകത്തിലുണ്ട്. യേശു എവിടെയും പോയിട്ടില്ല. യോഹന്നാൻ പറയുന്ന കർത്താവ്, യോഹന്നാൻ പറയുന്ന ക്രിയേറ്റർ
ഇന്നും ഈ ലോകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ ലോകത്തിലുണ്ട്, അവൻ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ ഡിസിയെ പ്രാർത്ഥിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ കർത്താവിനോടുള്ളപ്പോൾ ഈ കർത്താവിനോടുകൂടി ഒരു മിനിറ്റ് ഇരിക്കാൻ താല്പര്യമില്ലാത്ത എത്രയോ ആളുകളാണ്. അത് തിരിച്ചറിയാത്ത ആളുകൾ ആരൊക്കെയാണ്? യേശു അവിടെ ഉണ്ടെന്ന്, യേശു ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കുറെ ആളുകളുണ്ട്. അവർക്കറിയില്ല, അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരുടെ പ്രയോറിറ്റി വേറെയാണ്. ഞാൻ അവിടെ ഒരു കോമ മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ലോകം അവനെ അറിഞ്ഞില്ല. പല പെന്തിക്കോസുകാർക്കും അവനെ അറിയില്ല, പല ദൈവമക്കൾക്കും അവനെ അറിയില്ല. ദൈവം യേശു നമ്മുടെ മധ്യത്തിലുണ്ട്, അവനെ അറിയുന്നില്ല, അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നില്ല, യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നില്ല. അതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ കർത്താവിനെ തിരിച്ചറിയാത്ത കുറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ സ്വന്തത്തിലേക്ക് വന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. യഹൂദന്മാരെ കുറിച്ചല്ല, നോട്ട് ടോക്കിംഗ് അബൌട്ട് ജൂയിഷ് പീപ്പിൾ. നിങ്ങൾ അങ്ങനെ ആയിരിക്കും നമ്മൾ കേട്ടിരിക്കുന്നത്. ഈ ലോകം അവൻ സൃഷ്ടിച്ചതാണ്. ഈ ലോകം അവൻ ഹി ക്രിയേറ്റഡ് ദിസ് വേൾഡ്. ഈ ലോകം അവന്റേതാണ്. ഈ ലോകം അവന്റെ സ്വന്തമാണ്. അവൻ ഈ ലോകത്തിലേക്ക് വന്നു. അവൻ സൃഷ്ടിച്ച ഈ ഭൂമിയിലേക്ക് വന്നു. അല്ല, അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു യോഹന്നാൻ പറയുന്നത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞത് യഹൂദന്മാരുടെ വീട്ടിലോട്ടും അതേ അബ്രഹാമിന്റെ മക്കളുടെ അടുത്തോട്ട് വന്നു എന്നുള്ള വിഷയമല്ല പറഞ്ഞത്. He came to his own, his creations. അവൻ സൃഷ്ടിച്ച ഈ ഭൂമിയിലേക്ക് വന്നു, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം രൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ അവനെ കൈക്കൊണ്ടില്ല. അതാണ് യേശു ഭൂമിയിൽ വന്നപ്പോൾ സംഭവിച്ചത്. അവനെ കൈക്കൊണ്ടില്ല. ഉടനെ പറയുന്നു, അവനെ കൈക്കൊള്ളുക, അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. ഇത് രണ്ടും രണ്ടാണ്. യേശുവിനെ കൈക്കൊള്ളുക, യേശുവിനെ കൈക്കൊള്ളുക. നിങ്ങൾ നോക്കിയേ, വേഴ്സ് 12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം. വേഴ്സ് 12. But as many as received him, to them he gave the right to become children of God, even to those who believe in his name. ഇത് തന്നെയാണ് 20-ാം അധ്യായം നിങ്ങൾ നോക്കുമ്പോൾ ചാപ്റ്റർ 20 വേഴ്സ് 31. 20:31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഈ ഗോസ്പൽ എഴുതിയിരിക്കുന്നതിന്റെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: യേശുവിനെ കൈക്കൊള്ളുക, യേശുവിനെ വിശ്വസിക്കുക. മൂന്നാമത്തെ ഭാഗം, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുക. യേശുവിനെ കൈക്കൊള്ളുക, റിസീവ് ഹിം ആൻഡ് ബിലീവ് ഇൻ ഹിം ആൻഡ് ഹാവ് എറ്റേണൽ ലൈഫ്. യേശുവിനെ കൈക്കൊള്ളുക, യേശുവിൽ വിശ്വസിക്കുക, സമൃദ്ധമായ ജീവൻ. ഇന്ന് രാത്രിയിൽ ജോഷിനോടും ബെന്നിനോടും എനിക്ക് പറയുവാനുള്ളത്, യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ കൈക്കൊള്ളുമ്പോൾ നിന്റെ ചുറ്റുപാട് പലരും യേശുവിനെ കൈക്കൊള്ളാതിരിക്കും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് യുവർ ഡ്യൂട്ടി. യു ഹാവ് ടു റിസീവ് ഹിം ആസ് യുവർ പേഴ്സണൽ സേവിയർ. റിസീവ് ഹിം, ബിലീവ് ഇൻ ഹിം ആൻഡ് ഹാവ് അബണ്ടന്റ് ലൈഫ്. നിങ്ങൾ യേശുവിനെ കൈക്കൊള്ളുക, യേശുവിനെ വിശ്വസിക്കുക, യേശുവിൽ നിന്ന് സമൃദ്ധമായ ജീവൻ നിങ്ങൾക്ക് ഉണ്ടാകുക. ഇന്ന് ലഭിക്കുന്ന ഈ ജീവൻ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാളോളം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും നിത്യതയോളം നിങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നതാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നീ ആരായിട്ട് തീരുന്നു? ദൈവമകനായിട്ട് തീരുന്നു. നീ ആഡമിന്റെ മകൻ, നീ അബ്രഹാമിന്റെ മകൻ, നീ ഇന്നാരുടെ മകൻ എന്നൊന്നും വെക്കുന്ന ടൈറ്റിലിന് അർത്ഥമില്ല. നീ ദൈവത്തിന്റെ മകനാകുന്നതിലാണ് ഏറ്റവും പ്രിയം. നീ അങ്ങനെയായി തീരുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി, വിത്ത് ഗ്രേസ് ആൻഡ് ട്രൂത്ത്, he will dwell in your midst. നമ്മുടെ മധ്യത്തിൽ കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ പാർക്കും. വേഴ്സ് 13. രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ നീ ജനിച്ചത്. വേഴ്സ് 13. Who were born not of blood, nor of the will of the flesh, nor of the will of man, but of God. വീണ്ടും ജനനത്തിന്റെ പ്രത്യേകതയാ പറയുന്നത്. The significance of the born again people. അവരാരും മനുഷ്യന്റെ ഇഷ്ടത്താലല്ല,
ദൈവത്തിന്റെ ഇഷ്ടത്താലുള്ള ഒരു വീണ്ടും ജനന അനുഭവമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. വേഴ്സ് 15, വേഴ്സ് 14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്നു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. ഈ കർത്താവിനെ നിനക്ക് കൺകുളിർക്കെ കാണാനുണ്ട്. ഈ കർത്താവിനെ നിനക്ക് അനുഭവിക്കുവാനുണ്ട്. ഈ കർത്താവിനെ നിനക്ക് വേണ്ടുവോളം ആസ്വദിക്കുവാനുണ്ട്. അവനിൽ തേജസ്സുണ്ട്, അവനിൽ മാനമുണ്ട്, അവനിൽ കൃപയുണ്ട്, അവനിൽ ജീവനുണ്ട്, അവനിൽ വെളിച്ചമുണ്ട്. ഞങ്ങൾ അത് കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ? ശ്രദ്ധിച്ചു കേൾക്കുക. ഞങ്ങൾ അത് കണ്ടു. പാസ്റ്റ് പറഞ്ഞു എന്നുള്ളതല്ല, ചാക്കോ ജോർജ് പാസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ കേട്ടു എന്നുള്ളതല്ല, ഞങ്ങൾ ബൈബിള് വായിച്ചു എന്നുള്ളതല്ല. You should have personal experience. We beheld his glory. We saw his glory. I have personal experience. After you enjoying or born again, നീ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ you should have the personal experience with Christ Jesus. യേശുവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടർ നിനക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. പാസ്റ്റ് പറയുന്നത് കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. We have enjoyed, we have seen, we beheld his glory from him. അവൻ പിതാവിൽ നിന്ന് ഞങ്ങൾ അത് കണ്ടു. ജോഷും ബെന്നും പറയണം, ഞങ്ങൾ ഇത് അനുഭവിച്ചു, ഞങ്ങൾ ഇത് എൻജോയ് ചെയ്തു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ട സാക്ഷികളാകുന്നുവെന്ന് നിങ്ങൾക്കിത് പറയുവാനായിട്ട് കഴിയണം. വേഴ്സ് 16, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ദൈവകൃപയിലാണ് ജീവിക്കേണ്ടത്. ഫോർ ഗ്രേസ്, ഗ്രേസ് ഫോർ ഗ്രേസ്. കൃപയിൽ നിന്ന് കൃപ പ്രാപിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, നീ പ്രാർത്ഥിക്കാനിരിക്കുന്നതും ജാഗരിക്കാനിരിക്കുന്നതും ഒരു ദിവസം കർത്താവിനോട് ചോദിച്ചാൽ, ബൈബിൾ ന്യൂ ടെസ്റ്റമെന്റ് പറയുന്നു, May the grace of our Lord Jesus Christ, അതുപോലെ the peace from our Father and the fellowship of the Holy Spirit. നിനക്ക് യേശുവിൽ നിന്ന് എന്നും കൃപ വേണം. നീ കർത്താവിനോട് ചോദിക്കണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ കൃപ 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 കൃപ, അല്ലെങ്കിൽ എനിക്ക് കൃപ തരണേ, ഒന്നും അറിയാതെ എന്തെങ്കിലും കുറെ ഉച്ചരിക്കുന്നതിലല്ല. രാവിലെ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. I am going to outside, Lord. I am going to school. I am going to college. Lord, I need your grace. I need your grace. എനിക്ക് നിന്റെ കൃപ വേണം. കൃപ ഇല്ലാഞ്ഞിട്ടല്ല, ഓൾറെഡി വി ഹാവ് കൃപ. എന്നാൽ ആ കൃപയിൽ നിന്ന് എനിക്ക് വീണ്ടും കൃപ എനിക്ക് വേണം. കൃപമേൽ കൃപ പ്രാപിക്കണം. കൃപമേൽ കൃപ പ്രാപിക്കണം. ഇന്നലത്തെ കൃപ പോരാ, 2020 കൃപ പോരാ, 2021 നിനക്ക് ജീവിപ്പാൻ. 2020 പ്രാർത്ഥന പോരാ, 2021 ജീവിപ്പാൻ കൃപമേൽ കൃപ പ്രാപിക്കണം. അത് പകരുന്നത് യേശു മാത്രമാണ്. അവന് മാത്രമേ അത് നൽകുവാൻ കഴിയുകയുള്ളൂ. പ്രസംഗകരെ, പാസ്റ്റർമാരെ, സഭാവിശ്വാസികളെ, ബിഷപ്പുമാരെ, അതേ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നവരെ, നീ കൃപമേൽ കൃപ പ്രാപിക്കണം. അതിന് നീതി അവന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവനായിരിക്കണം. കൃപമേൽ കൃപ പ്രാപിക്കുക. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു വേഴ്സ് 17, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, എന്നാൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു വേഴ്സ് 18, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വെളിപ്പാട് 2000 വർഷങ്ങൾക്ക് മുൻപ്, 2020 വർഷങ്ങൾക്ക് മുമ്പ് ഈ റോമൻ വേൾഡിലേക്ക് എന്റെ യേശു ജഡാവതാരം ചെയ്തു. ഹി കെയിം ഇൻടു ദിസ് വേൾഡ്. എന്തിനാണ് വന്നത്? പാപികളെ തേടി വന്ന യേശു രക്ഷകൻ. പാപമില്ല ശുദ്ധർക്കായിത രണ്ടാമത് വരുന്നേ. വരവിൻ ദിനം ഏറ്റവും അടുത്തിരിക്കുന്നു. അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒന്നുകൂടെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ചാപ്റ്റർ 1 വേഴ്സ് 1 and 14, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവനിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിക്കണം. ബെന്നും ജോഷും പറയണം, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങൾ ഇത് പ്രാപിച്ചിരിക്കുന്നു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടിരിക്കുന്നു, ഞങ്ങൾ കർത്താവിന്റെ തേജസ് കണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് പേഴ്സണലി പറയുവാൻ
കഴിയണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മൾ